ഓരോ ദിവസം കഴിയും തോറും വിമാനാപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. വിമാനത്തിനുള്ളിൽ നിന്നും ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഇപ്പോൾ യാത്രക്കാർക്ക് പേടിയാണ്. ഈ വർഷം തന്നെ അമേരിക്കയിലുള്ളവർ 4 വിമാനാപകടങ്ങളാണ് അതിജീവിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ ലോക ജനതയ്ക്ക് ഇപ്പോൾ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് സംഭവിച്ചത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട ബിമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് വിമാനത്തിനാണ് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. 396 യാത്രക്കാരും 12 ജീവനക്കാരുമായി ധാക്കയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ച അർദ്ധരാത്രിയോടെ അടിയന്തരമായി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇറക്കുകയായിരുന്നു. റൺവേയിൽ നിന്ന് വിമാനം പുറപ്പെട്ട് ഏകദേശം 25,000 അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ പൈലറ്റിന് അപകടം പിടികിട്ടുകയും ഉടനെ തന്നെ യാത്രക്കാരെ പോലും പരിഭ്രാന്തിയിലാക്കാതെ അടുത്തുള്ള എയർപോർട്ടിലെ ATCയുമായി കണക്ട് ചെയ്യുകയുമായിരുന്നു. തുടർന്ന് ലാൻഡ് ചെയ്യാൻ അനുമതി വാങ്ങിയ ശേഷം വിമാനം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറക്കുകയായിരുന്നു. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയതെന്ന് അധികൃതർ വ്യാഴാഴ്ച അറിയിച്ചിരുന്നു. എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ആ ദിവസം തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചെന്നും അധികൃതർ പറഞ്ഞിരുന്നു. അതേസമയം ജനുവരിയിൽ നാഗ്പൂർ വിമാനത്താവളത്തിലേക്ക് 2 വിമാനങ്ങൾ മോശം കാലാവസ്ഥ മൂലം വഴിതിരിച്ചുവിട്ടിരുന്നു. ധാക്കയിലേക്ക് പറന്ന എത്യോപ്യൻ എയർലൈൻസ് വിമാനം മോശം കാലാവസ്ഥ മൂലം നാഗ്പൂരിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള ഇൻഡിഗോ എയർലൈൻസ് വിമാനം മോശം കാലാവസ്ഥ മൂലം നാഗ്പൂരിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു. ഇതിനിടെ കാനഡയിലെ ടൊറന്റോയിലുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം യാത്രക്കാരുടെ അത്ഭുത രക്ഷപ്പെടലിനെ കുറിച്ചുള്ള വീഡിയോകൾ വൈറലാണ്. പീറ്റ് കുക്കോവ് എന്ന യാത്രക്കാരി തന്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം വൈറലാകുന്നത്. വിമാനം തകർന്നതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതിന്റെ വീഡിയോ ആണിത്. ഫയർ എഞ്ചിന് പുറത്തേക്ക് വെള്ളം ശക്തമായി ഒഴുകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ജീവിച്ചിരിക്കുന്നതിൽ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് യാത്രക്കാരി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വിമാന ജീവനക്കാർ ഇടപെട്ട് വിമാനത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതും കാണാം. വിമാനം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വെള്ളം ശക്തമായി ചീറ്റുന്നുമുണ്ടായിരുന്നു. സ്തബ്ധരായ യാത്രക്കാർ രക്ഷാപ്രവർത്തനത്തിനിടെ വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നെട്ടോട്ടമോടുന്നത് ഞെട്ടിക്കുന്ന വീഡിയോയിൽ കാണാൻ കഴിയും. കാനഡയിലെ ടൊറോന്റോയിൽ നടന്ന വിമാനാപകടത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം തലകീഴായി മറിഞ്ഞിരുന്നു. മിനിയാപോളിസിൽ നിന്ന് ടൊറോന്റോയിലേക്കുള്ള ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.